നമ്മുടെ എല്ലാ യാത്രയും അങ്ങാടിപ്പുറത്തുനിന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും ഇതിന് മുന്നേ ഞാൻ തുടങ്ങിയിട്ടില്ല. ഇതാണ് ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. നമുക്ക് ഇവിടുന്ന് ഒരു യാത്ര തുടങ്ങിയേക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് KSRTCയുടെ പെരിന്തൽമണ്ണ സബ് ഡിപ്പോയിലാണ്. നമ്മളിവിടുന്ന് പാലക്കാട്ടേക്ക് പോകാനാണ്. 1 മണിക്കുള്ളൊരു ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ്. Much later. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു യാത്ര തുടങ്ങാൻ പോട്ടാ. നിങ്ങൾ ഇതിന് മുമ്പിലത്തെ ചെറിയ ചെറിയ ക്ലിപ്സ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിനാണ് വന്നത്. ഞാനിവിടുന്ന് പാലരുവി എക്സ്പ്രസ്സിന് തൂത്തുക്കുടി വരെ ഒരു യാത്ര പോവാണ്. 4:05 പാലരുവി പോകുന്നത്. സമയം ഇപ്പോൾ 3:59. ബസ് ഭയങ്കരമായിട്ട് ലേറ്റായി. ഈ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ. പെട്ടെന്ന് നമുക്ക് പുറകിലോട്ട് പോകാം. 8ാമത്തെ കോച്ച് മറ്റുമാണ് നമ്മുടെ. അപ്പോൾ ഇതാണ് നമ്മൾ ലോക്കോ അരക്കോണത്തിന് 22697. മഴയാണ്. 4:05 പുറപ്പെടും. ഞാനിതിൻ്റെ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത AC 3 ടയറിലാണ്. ബാക്കി വിശേഷമൊക്കെ ട്രെയിനിൽ കയറി ഞാൻ പറയാം. ഇതാണ് നമ്മുടെ ട്രെയിന് 16792. സമയം ഇപ്പോൾ കൃത്യം 4 മണി. 4:05 പോവുക. നല്ല വിശപ്പുണ്ട്, പക്ഷെ ഒന്നും മേടിക്കാൻ നിൽക്കാൻ പറ്റില്ല. നിന്നാൽ ചിലപ്പോൾ വണ്ടി തന്നെ വഴിക്ക് പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ കോച്ചിൻ്റെ അടുത്തെത്തി. 25218 B1. ആകെ ഒരു AC കോച്ചുള്ളൂ. അതിലാണ് നമ്മളൊന്ന് പോകുന്നത്. എന്തെങ്കിലും ഒന്ന് മേടിച്ചിട്ട് കയറട്ടെ. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പാലരുവി എക്സ്പ്രസ് നമ്മുടെ യാത്രയിലേക്ക് സ്വാഗതം. നമ്മുടെ പാലക്കാട് നിന്നും തൂത്തുക്കുടി വരെ പാലരുവി എക്സ്പ്രസ്സിനാണ് യാത്ര ചെയ്യുന്നത്. വണ്ടി എടുക്കാൻ കൃത്യസമയമായ 4:05 പാലക്കാട് പുറപ്പെടുക കേട്ടോ. നമ്മളങ്ങനെ പാലക്കാട് യാർഡിൽ നിന്ന് പുറത്തോട്ടിറങ്ങാണ്. ഇവിടെ 2 സ്പിക്കുകൾ കിടക്കുന്നുണ്ട്. ഒരെണ്ണം പുതിയതും ഒരെണ്ണം പഴയതുമാണ്. കാണുന്ന സാധനമുണ്ടോ സ്പിക്ക്? ഈ വെള്ള കളർ കോച്ച്. എൻ്റെ പേരാണ് സ്പിക്ക്, അഥവാ സെൽഫ് പ്രൊപ്പൽഡ് ഇൻസ്പെക്ഷൻ കാർ. ഇത് പുതിയതാണ്, 26 ബിൽഡാണ്, 260638. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷൻ ജസ്റ്റ് പുറത്തിറങ്ങുന്നു. TT വന്ന് അപ്പുറത്തെ ഡോർ കൈയടക്കിയതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷൻ പുറത്തോട്ടിറങ്ങി. ജസ്റ്റ് ആയിരുന്നു കേട്ടോ. 3:50 കഴിഞ്ഞു ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. ബസ് നല്ലോണം ലേറ്റായി, ട്രാഫിക് വന്നതൊക്കെ കാരണം, മഴയും എല്ലാം കൊണ്ടും. 3:50 ബസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അവിടുന്ന് ഓട്ടോ എടുത്ത് വന്നു. ഞാനും കൂടുതൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഷെയർ ചെയ്ത് ഒരു ഓട്ടോ എടുത്ത് വന്നു. 3:50 കഴിഞ്ഞു. 3:56 സ്റ്റേഷനിലെത്തുന്നത്. 3:56 സ്റ്റേഷനിലെത്തി ഓടി വന്നു. ഭാഗ്യത്തിന് ഞാൻ വന്ന സമയത്ത് ലിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ലിഫ്റ്റ് കയറി ഫുട്ബോൾ ബ്രിഡ്ജ് കയറി ബാക്കി ഓടിങ്ങ് വന്നു. പറയാമല്ലോ, ഇതാണ് പൊള്ളാച്ചിയിലോട്ട് പോകുന്ന ലൈന്. പൊള്ളാച്ചി, പഴനി, മധുരൈ ആ ലൈന്. നമ്മൾ ഈ ലൈനിൽ അധികം താമസിച്ച ഒരു ട്രിപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ രാമേശ്വരം വണ്ടി ഏതെങ്കിലും ഒരെണ്ണത്തിന്. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത സ്റ്റോപ്പ് ഒറ്റപ്പാലത്താണ്. അങ്ങനെ പാലക്കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചോളൂ. നല്ല മഴയാണ്. ഇപ്പം ഒന്ന് മഴയൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കുകയാണ്.
പള്ളിയിലെ ഹോൾട്ടില്ല, ഒറ്റപ്പാലം നമ്മുടെ അടുത്ത ഹോൾട്ട്. നമ്മളിപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലുള്ള വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യണം. ഈ വണ്ടി 8 കാറിൽ നിന്ന് 16 കാർ ആക്കുന്നൊക്കെ പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ റെയിൽവേ ഒഫീഷ്യലി അതിനുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ച്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മിച്ച LWACCN 3770 SR252198 മാർച്ച് 2026 വന്നത് കോച്ചാണത്. കോച്ച് അത്യാവശ്യം യാത്രക്കാരൊക്കെ വന്നു കഴിഞ്ഞു. എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയേഴ്സ് കാണിച്ചേക്കാം. ഇവിടെയാണ് എൻ്റെ സീറ്റ്. ഈ കാണുന്ന ഈ ലോക്കർ ബർത്താണ് എൻ്റെ സീറ്റ്. അപ്പോൾ നമ്മളങ്ങടെ ആദ്യത്തെ സ്റ്റോപ്പായ ഒറ്റപ്പാലത്തേക്ക് എത്തുകയാണ്. മഴ ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴും മഴയ്ക്ക് ഒരു കുറവുമില്ല, ഒരു ശമനവുമില്ല. ശക്തിയില്ല, പക്ഷെ ചാറുന്നുണ്ട്. ചാറിയാലും മതിയല്ലോ, നമുക്ക് ലെൻസിൽ വെള്ളം വീണുകൊണ്ടിരിക്കും. അതാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം അഥവാ സിംഗിൾ ബ്രിഡ്ജിലേക്ക് എത്തിക്കുകയാണ്. പുറകിൽ ഭാരതപ്പുഴ കാണാം. നല്ല നിറഞ്ഞ് കവിഞ്ഞാണ് ഭാരതപ്പുഴ. ഇവിടെ ഇപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർക്കുള്ള ഇൻ്റർസിറ്റി എക്സ്പ്രസ് വരാറായിട്ടുണ്ട്. അത് കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. ആ വണ്ടി സാധാരണ രീതിയിൽ അവർ ഷൊർണൂർ പിടിച്ചിടും നമ്മുടെ ഇവൻ പോകാൻ വേണ്ടി, വന്ദേ ഭാരത് പോകാൻ വേണ്ടി. വന്ദേ ഭാരത് പോയിട്ട് തന്നെ ഷൊർണൂരിൽ നിന്ന് വിടുള്ളൂ അവർ. ഒറ്റപ്പാലം സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഇപ്പോഴും ലോ ലെവലാട്ടോ. നല്ലോണം താന്നിട്ടാണ് പ്ലാറ്റ്ഫോം. സ്റ്റാർട്ടറായിട്ടില്ല, അവർ വിശ്വാസത്തിലാണ് ഇറങ്ങിയത്. മഴ പെയ്തുകൊണ്ടുണ്ട്. ഇതാണ് നമ്മുടെ കോച്ച്. നല്ല തിരക്കുണ്ട് കേട്ടോ. AC ബുക്കിങ്സ് കുറവാണ് ഇവിടുന്ന്. പക്ഷേ TT പറഞ്ഞത് നല്ലോണം അപ്ഗ്രഡേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ജനറൽ ടിക്കറ്റ് തന്നിട്ടുള്ള അപ്ഗ്രഡേഷൻസ്, ഐ സ്റ്റാർട്ടർ, അഡ്വാൻസ്ഡ് പച്ചയായി. അപ്പോൾ നമ്മളങ്ങനെ പുറപ്പെട്ടു. ഭാരതപ്പുഴയിൽ നല്ലോണം വെള്ളമുണ്ട്. കാരണം നല്ല മഴയുണ്ട് 2-3 ദിവസമായിട്ട്. പാലക്കാട് ഭാഗത്തൊക്കെ തന്നെ നല്ല മഴയുണ്ട്. ഇന്നലെ മിനിങ്ങാന്നിട്ട് നല്ല അടിപൊളി മഴയാണ്. ഇന്ന് രാവിലെ മുതൽ നല്ലോണം മഴയുണ്ട്. അലേർട്ട് ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ അമൃത് ഭാരത് അപ്ഗ്രഡേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് നടക്കുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോമിൻ്റെ. അപ്പം അങ്ങനെ ഒറ്റപ്പാലത്തുനിന്ന് നമ്മൾ പുറത്തിറങ്ങായി. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ഇൻ്റർസിറ്റിക്ക് കയറാനുള്ള ഫോം കാണാം. ഇവിടുത്തെ വെള്ളം കണ്ടോ? ഓ മൈ ഗോഡ്, എന്താ വെള്ളം! അപ്പോൾ ഈ വർഷത്തെ മൺസൂൺ യാത്ര കവർ ചെയ്തില്ലെന്ന് വേണ്ട. ഇൻ്റർസിറ്റി മലബാർ ഗതിമാൻ എന്നൊക്കെ അപരനാമമുള്ള ഒരു ട്രെയിനാണ്. ഗതിമാനൊന്നുമല്ല, ബേസിക്കലി ഇത് ഓടുന്ന ഒരു empty സ്ലോട്ടിലാണ്. അതുകൊണ്ട് കാലി സ്ലോട്ട് ആയതുകൊണ്ട് നിൽക്കുക, എവിടെ നിൽക്കാണ്ട് ആർക്കും വേണ്ടി കാത്തു കിടക്കാണ്ട് ഓടിയും വരും. ആകെ കാത്തു കിടക്കുന്നത് ഷൊർണൂർ എത്തിയിട്ട് വന്ദേ ഭാരത് പോകാൻ വേണ്ടിയാണ്. സാക്ഷാൽ ഗതിമാൻ വരുമ്പോൾ അവനെ മാറ്റിയിട്ടിട്ട് വന്ദേ ഭാരതിനെ കടത്തിവിടും. അതല്ലാണ്ട് വേറെ എവിടെയും പിന്നെ മറ്റെന്താ പറയുന്നത് സിഗ്നൽ കാത്ത് കിടക്കേണ്ടി വരാറില്ല.
മഴ പെയ്തിട്ട് വെള്ളം കരിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഏകദേശം മാന്നന്നൂർ എത്താറായിട്ട് നമുക്ക് ഒരു ക്രോസിംഗ് കൂടി ഉണ്ട്. സ്റ്റേഷൻ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്. ഷൊർണൂർ എത്താറായിട്ടുണ്ട്. ഈ വണ്ടി ഷൊർണൂരിലേക്ക് പോകില്ല, ബൈപ്പാസ് ലൈൻ വഴി പോകുള്ളൂ, ലിങ്ക് ലൈൻ വഴി പോകുള്ളൂ. ഷൊർണൂർ ക്യാബിനൊന്ന് കണ്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്യാം. നമുക്ക് ഭാരതപ്പുഴ പുതിയ പാലം ഒന്ന് അടുത്ത് കാണണം. ഈ കാണുന്നതാണ് ഷൊർണൂർ എ ക്യാബിൻ. ഇവിടെയായിട്ടായിരുന്നു ഭാരതപ്പുഴ ഹോൾട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റേഷൻ നിലവിലില്ല. അവിടുന്ന് 16324 വരേണ്ടതായിരുന്നു. വരുമോ എന്ന് നോക്കിയാണ് ഞാൻ നിന്നത്. അപ്പോൾ അവരോട്ട് പോയതാണ് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന ലൈന്. നമ്മൾ ടുവേഴ്സ് തൃശ്ശൂരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ഭാരതപ്പുഴ പുതിയ പാലത്തിനടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ലാൻഡ് ലെവലിംഗ് ആണ്. അതെനിക്ക് തോന്നുന്നു മറ്റേ ബിൽഡിംഗ് മെറ്റീരിയൽസിന് വേണ്ടി ലെവൽ ചെയ്താന്ന് തോന്നുന്നു. പക്ഷേ ഈ ട്രാക്ക് എന്തായാലും ലെഫ്റ്റിലേക്ക് മാറും. അപ്പോൾ ഈ സൈഡിലേക്ക് പുതിയതായിട്ട് ട്രാക്ക് വരും. എവിടെയാണല്ല, ഇതാണ് പുതിയ പാലം കണ്ടോ. പുതിയ പാലിന് വർക്കൊന്നും ആയില്ല. അനുഭവം മഴ തുടങ്ങി വർഷത്തെ കാര്യം. മറ്റേ ബംഗാളികൾ പണിക്ക് വോട്ടിടാനൊക്കെ പോയതുകൊണ്ട് അത് ഇവിടെ നീ പില്ലർ വരാൻ ബാക്കിയുണ്ട്. നല്ല വെള്ളമായി ഭാരതപ്പുഴയിൽ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞ് ഡോറിലേക്ക് വരാം. നമ്മളങ്ങനെ വടക്കാഞ്ചേരി വഴി റൺ ത്രൂ ആണ്. കുറച്ച് നേരം ഒന്ന് ഉള്ളിൽ പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പാലരുവി എക്സ്പ്രസ്സിന് 2021 അതായത് നമ്മുടെ ഈ വ്ളോഗിൻ്റെ നമ്മുടെ ഈ ചാനലിൻ്റെ ആദ്യ കാലത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇംഗ്ലീഷിൽ വ്ളോഗ് ചെയ്യുന്ന കാലത്താണ്. ആ വീഡിയോ നമ്മുടെ ചാനൽ ഇപ്പോഴും ഉണ്ട്. അന്ന് മരക്കോണത്തിന് തന്നെ ഒരു വാപ്പ് 4 ആയിരുന്നു ലോക്കോ. അന്ന് നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലാണ്. അന്ന് നമ്മൾ തൃശ്ശൂർ മുതൽ തിരുനെൽവേലി വരെ ആയിരുന്നു യാത്ര ചെയ്തത്. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം, 5 വർഷം തികച്ചിട്ടില്ല, 5 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യണം. ഇപ്രാവശ്യം നമ്മൾ പാലക്കാട് മുതൽ തൂത്തുക്കുടി വരെ end to end ആണ്. അന്ന് ICF കോച്ചായിരുന്നു, പിന്നെ LHB ആണ്. ഇന്നിപ്പോൾ AC3 ടയർ വന്നു. അന്ന് AC3 ടയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഞാൻ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്യാനൊരു യാത്രയാണ്. AC വന്നിട്ട് കൂടുന്നുള്ള വാശിയായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ LHB വന്നു, AC വന്നു, എല്ലാം ഒരുമിച്ച് വന്നു. അങ്ങനെ നമുക്കിന്ന് ഈ യാത്ര ചെയ്യാൻ പറ്റി.
അപ്പോൾ ഈ പാലരുവി എക്സ്പ്രസ്സിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ പാലരുവി എക്സ്പ്രസ് എന്ന് പറയുന്നത് 2017 തുടങ്ങിയൊരു ട്രെയിനാണ്. 2017 അവർ നമ്മുടെ വേണാട് എക്സ്പ്രസ്സിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി പാലക്കാട് നിന്ന് പുനലൂർ, അതായത് പുനലൂർ പാലക്കാട് പാസഞ്ചറായിട്ടാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. പാസഞ്ചർ അല്ലായിരുന്നു, ഫാസ്റ്റ് പാസഞ്ചറാണ് അത് വിളിച്ചതെന്നുണ്ടെങ്കിലും പിന്നീട് എക്സ്പ്രസ് ആയിട്ടാണ് ഇത് ഓടി തുടങ്ങിയത്. അങ്ങനെ 2017 തുടങ്ങിയ ട്രെയിന് മെയിൻ്റനൻസിൻ്റെ ബുദ്ധിമുട്ടുകളും പിന്നെ ഗാർഡ് സെക്ഷൻ തുറന്നപ്പോൾ ഗാർഡ് സെക്ഷൻ വഴിയുള്ള ട്രെയിൻ എന്ന രീതിക്ക് 2018 ഇത് തിരുനെൽവേലിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ 2018 മുതൽ ഈ ട്രെയിന് പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് ആയിട്ട് ഓടുന്നത്. അതിന് മുമ്പ് അത് പാലക്കാട് പുനലൂരായിരുന്നു. 2024 അതായത് 2 വർഷം മുമ്പ് ഓഗസ്റ്റ് 15 ഈ ട്രെയിൻ തൂത്തുക്കുടിയിലേക്ക് നീട്ടിയത്. 2024 ഇലക്ഷൻ സമയത്തായിരുന്നു ഇതിൻ്റെ എക്സ്റ്റൻഷൻ പ്രഖ്യാപിച്ചത്. ഇലക്ഷൻ കഴിഞ്ഞ് ആദ്യം താമസിച്ചത് അവർ അത് ഓപ്പറേഷണലൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2024 ഓഗസ്റ്റ് 15 മുതലാണ് ഈ ട്രെയിൻ തൂത്തുക്കുടിയിലേക്ക് ഓടി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ സർവീസ്. അപ്പോൾ ബേസിക്കലി ഇതൊരു കമ്മ്യൂട്ടേഴ്സ് ട്രെയിനായിട്ട് തുടങ്ങിയൊരു ട്രെയിനാണ്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും തെക്കൻ തമിഴ്നാട്ടിലേക്ക് പോകാൻ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ട്രെയിനുകൾ ഒരെണ്ണമാണ്. ഇതിന് എപ്പോഴും നമ്മുടെ സ്ലീപ്പർ ക്ലാസ് ആയാലും എപ്പോഴും ഫുള്ളാണ് ഈ വണ്ടിയുടെ. ഇപ്പോൾ 5 സ്ലീപ്പറും ഒരു AC 3 ടയറുണ്ട്. മൊത്തം 18 കോച്ചുള്ള റേക്കിൽ 5 സ്ലീപ്പർ, ഒരു AC 3 ടയറും, ബാക്കി എല്ലാം അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ നമ്മളങ്ങനെ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആക്ച്വലി കേരളത്തിൽ മഴ ഇത്തിരി കനത്തൊരു ദിവസമാണ് ഇന്ന്. കേരളത്തിലെ പല ഭാഗങ്ങളിലും മഴ നല്ല ശക്തിക്ക് പെയ്യുന്നുണ്ട്. നമ്മുടെ കോട്ടയം, പാല, അതുപോലെ റാന്നി, അങ്ങനത്തെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 1 തീയതിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻ ബാഡായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. ഇന്ന് മലബാറിലേക്ക്, അതുപോലെ കോഴിക്കോട് ഭാഗത്തൊക്കെ പല സ്ഥലത്ത് വെള്ളപ്പൊക്കമുണ്ട്. ഈങ്ങാപ്പുഴ അങ്ങനത്തെ ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണ്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് പോയ യാത്ര ആയതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പോൾ ഈ ട്രെയിനിൽ നിന്ന് ഗാർഡ് സെക്ഷനിലെ പ്രശ്നമൊന്നും ഇല്ലാണ്ടങ്ങ് ഇവിടെ വരെ ഓടിയെത്തും നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ക്ലാസ് മഴ സ്റ്റാർട്ട് ആയിട്ടോ, അടിപൊളി മഴയായി. ഈ മഴയത്ത് വീഡിയോ പിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും നമ്മൾ പിടിച്ചല്ലേ ഇവിടെ നമ്മൾ പിടിച്ചിരിക്കും. അപ്പോൾ എന്താ പറയുക, ഈ ട്രെയിനിൽ ഓൺബോർഡ് കാറ്ററിംഗ് ഒന്നും ഇതുവരെ ഒന്നും കണ്ടില്ല. ഇനി അങ്ങോട്ട് അറിയുമ്പോൾ കയറുമെന്ന് എനിക്കറിയില്ല. ആകെക്കൂടി ഇപ്പോൾ ട്രെയിനിൽ TT-മാരും പിന്നെ അതുപോലെ നമ്മുടെ ഹൗസ് കീപ്പിംഗ് ബോർഡ്, ലിനൻ സ്റ്റാഫും ഇലക്ട്രിക്കൽ സ്റ്റാഫും മാത്രമേ ഉള്ളൂ. ആകെ ഒരു AC കോച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ സ്റ്റാഫിനകത്ത് തന്നെ ഉണ്ട്, ഈ കോച്ചിനകത്ത് തന്നെ ഇരുണ്ട്. ബാക്ക് 4 ആയതുകൊണ്ട് ജനറേറ്റർ ഓണാണ്. ബാക്കിലെ ജനറേറ്റർ ഒന്നും തോന്നുന്നു, ഫ്രണ്ടിലെ ജനറേറ്റർ ഞാൻ വന്നപ്പോൾ സൗണ്ടൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് നമ്മൾ കോട്ടയത്തുനിന്നായിരുന്നു ഡിന്നർ മേടിച്ചത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണോ ഓൺബോർഡ് ആരെങ്കിലും കയറുമോ എന്നുള്ളത് അറിയില്ല. എൻ്റെ അറിവിൽ ഓൺബോർഡ് കാറ്ററിംഗ് ഒന്നും ഇല്ല. നമുക്ക് നോക്കാം. അങ്ങനെ ഡിന്നർ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മേടിക്കാം. ഞാൻ ഒരുപാട് നേരത്തെ ലഞ്ച് കഴിച്ചോണ്ടാണ് ബസ്സൊക്കെ ഉണ്ടാകുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഞാനൊരു റോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് റോള് മേടിച്ച് കഴിക്കാം. അതിൻ്റെ വേണമെങ്കിൽ ഡിന്നർ കഴിക്കാം, ഡിന്നർ സ്കിപ്പ് ചെയ്യാം. എല്ലാ സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഒരു ഭീകരാവസ്ഥയാണ് കേട്ടോ. നല്ലോണം അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. കണ്ടത് ഇവിടെയൊക്കെ ഇതൊക്കെ പാടശേഖരമാണ്. ഇവിടെയൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. കുറച്ച് തോന്നുന്നുണ്ട് തോട് കടന്നതൊക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകുമായിരുന്നു. ഇത്തിരി ഭയാനകമാണ് സിറ്റുവേഷൻ. നമ്മൾ 2018 നമ്മൾ റിപ്പീറ്റ് പോയില്ല എന്ന് വിചാരിക്കുന്നു. കണ്ടത് അവിടെ ആ തോട് കണ്ടാകും. അപ്പുറത്തും എല്ലാം വെള്ളം പൊങ്ങി കിടക്കുക, കരകവിഞ്ഞ് കിടക്കുകയാണ്. നമ്മളങ്ങനെ പൂങ്കുന്ന് എത്താറായിട്ടുണ്ട്. ഗുരുവായൂർ എന്നുള്ള ലൈൻ ഇപ്പോൾ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യും. നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗുരുവായൂർ ട്രാവലിൻ്റെ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് തൃശ്ശൂർ ഗുരുവായൂർ ലൈൻ ഒന്ന് കാണിച്ചത്. ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ ഒരിക്കൽ കൂടി ഗുരുവായൂർ പോകുന്നുണ്ട്. പക്ഷേ അത് മിക്കവാറും ഇരുട്ടത്തായിരിക്കും. ഗുരുവായൂർ ലൈനിൽ ഒരു ആംബർ കാണാനുണ്ട്. മിക്കവാറും പെർമിസീവ് ആയിരിക്കും. ഗേറ്റ് സിഗ്നലിൻ്റെ പെർമിസീവ് ആയിരിക്കും. ഈ കാണുന്നതാണ് ഗുരുവായൂർ ലൈന്. ഗുരുവായൂർ ലൈൻ ഇവിടെ ഒന്ന് മെയിൻ ലൈനുമായിട്ട് ജോയിൻ ചെയ്യും പോകുന്ന തോന്നുന്നു. നമ്മളങ്ങനെ തൃശ്ശൂർ എത്താറായി. പോകുന്ന കഴിഞ്ഞാൽ തൃശ്ശൂരാണല്ലോ. നമ്മുടെ ഹൈദരാബാദ് യാത്ര കഴിഞ്ഞിട്ട് പിന്നെ യാത്ര ഒന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. കാര്യം ഹൈദരാബാദ് യാത്രയുടെ സമയത്ത് ഞാൻ പറയാൻ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല എന്നുള്ളത്. എനിക്ക് തീരെ സുഖമില്ലാണ്ടായി. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടൊരു കുറച്ച് വയറിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ, IBS ഉണ്ടായി. ഒരു ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിൻ്റെ ഒരു സിംറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം ദിവസം ട്രീറ്റ്മെൻറ്റും ഭക്ഷണത്തിലെ റെസ്ട്രിക്ഷൻസൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജൂലൈ മാസം ഏറെക്കുറെ
ആ ഒരു ട്രിപ്പ് മാത്രമേ ഉണ്ടായിരുന്നു, ബാക്കി നമ്മൾ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 1 ഇപ്പോൾ ഇതൊരു ട്രയലാണ്, അതുകൊണ്ടാണ് ചെറിയ ട്രിപ്പായിട്ട് എടുത്തത്. ലോങ് ഒന്നും പിടിക്കാണ്ട് വയറെന്താണെന്ന് അറിയില്ല. തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് കയറുന്നു, നല്ല മഴയപ്പോഴേക്കും. അപ്പോൾ കുറച്ച് ചേഞ്ച് ഇപ്രാവശ്യം ഈ പ്ലാറ്റ്ഫോം എൻട്രി പിടിച്ചേക്കാം. കുറച്ചധികം പ്രാവശ്യം നമ്മൾ തൃശ്ശൂർ വരുമ്പോഴൊക്കെ റൈറ്റ് സൈഡാണ് കാണിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ പ്ലാറ്റ്ഫോം എൻട്രി പിടിച്ചേക്കാം. ഞാൻ പറയാൻ ഇവിടുന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡും കളക്ട് ചെയ്യണം. വെള്ളം, എൻ്റെ കയ്യിലുള്ള വെള്ളം തീരാറായി. ഇപ്പോൾ വാട്ടർ ബോട്ടിൽ മേടിക്കണം. കൊല്ലം ചെങ്കോട്ട ഘാട്ട് റൂട്ടിൽ കുഴപ്പമൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു ഈ മഴയത്ത്. ആ സ്ട്രെച്ച് ശരിക്കും പകൽ ചെയ്യേണ്ടതായിരുന്നു. മഴക്കാലത്താണ് ആ സ്ട്രെച്ച് പകൽ ചെയ്യേണ്ടത്. നമ്മളങ്ങനെ തൃശ്ശൂരിലേക്ക് എത്തി. ഭീകര മഴയാണ്. ഇപ്പോൾ ഇവിടെ എൻട്രൻസ് ആയിട്ടുണ്ട് തൃശ്ശൂർ സ്റ്റേഷൻ്റെ. പുതിയ ഇൻഫർമേഷൻ സെൻറ്ററിനൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പഴയ എൻട്രൻസ് ക്ലോസ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു ഇതുവരെ. പഴയ എൻട്രൻസ് ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. എന്നാൽ അതിഭീകര മഴയാണ്. നമ്മുടെ വണ്ടി കോച്ച് നിർത്തുന്ന സ്ഥലത്ത് ഒരു വെള്ളം കിടന്ന കട ഉണ്ടായിരുന്നു. അതിഭീകര മഴയാണ്. അവിടെ കടയുണ്ട്, പക്ഷേ വണ്ടി പെട്ടെന്ന് എടുക്കും. ആർക്കും മേടിക്കാനും പറ്റില്ല. സൊമാറ്റോക്കാരും കാണാനൊന്നുമില്ലല്ലോ. സ്വിഗ്ഗിക്കാരുണ്ടായിരുന്നു, സൊമാറ്റോക്കാരുണ്ടായിരുന്നില്ല. ഫുഡ് കിട്ടി. അവിടെ സ്റ്റാർട്ടറായി കഴിഞ്ഞുകൊണ്ട് വെള്ളം മേടിക്കാൻ ഞാൻ പോകുന്നില്ല. ഞാൻ വണ്ടിയിലോട്ട് കയറുകയാണ്. നല്ല മഴ, നല്ല ഭീകര മഴയാണ്. ഭീകര മഴ തന്നെ ഭീകര മഴ. വെള്ളം മേടിക്കാനുള്ള സമയമുണ്ടായിരുന്നു, പക്ഷേ സ്റ്റാർട്ടറായതുകൊണ്ട് ഞാൻ പിന്നെ പോകാഞ്ഞത്. കാര്യം മഴയും കൂടെയാണ്, നല്ല വഴുക്കല, വന്ന് കയറാൻ ബുദ്ധിമുട്ടാവും. സാറില്ല, നമുക്ക് അടുത്തിന് ഇരിങ്ങാലും കൂടെ ആലുവെന്ന് വല്ല വെള്ളം മേടിക്കാം. അപ്പോൾ നമ്മളങ്ങനെ എടുത്തു ആലുവെന്ന്, ആലുവ ഇവിടെ തൃശ്ശൂരിൽ നിന്ന്. കേരള എക്സ്പ്രസ് വരാനുണ്ട്, ജയന്തി ജയന്ത വരാണ്ട്, അതിന് പുറകെ കേരളം വരാനുണ്ട്. പക്ഷെ അത് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഈ മഴയല്ലേ. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിൽ നിർമ്മിക്കുന്നു. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. ജയന്തി ജനത എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. എല്ലാം പ്ലാറ്റ്ഫോറുണ്ടോ. ജയന്തി കഴിഞ്ഞ് ഇനിയുള്ള ക്രോസിംഗ് കേരള എക്സ്പ്രസ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐലൻഡ് വരെ ഗ്യാപ്പാണ്. നമുക്ക് ഇന്ന് ശനിയാഴ്ചയല്ല, അല്ല, കേരള എക്സ്പ്രസ് കഴിഞ്ഞാൽ ആലപ്പി പോകും. ഫാസ്റ്റ് ഫുഡ്സിൻ്റെ ഒരു റോളാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമ്മളങ്ങനെ ഇരിങ്ങാലക്കുടയിലേക്ക് എത്തിയിരിക്കുന്നു. മഴയ്ക്ക് ഒരു കുറവുമില്ലെന്ന് മാത്രമല്ല, മഴ കൂടി വരികയാണ്. അപ്പം നമ്മുടെ യാത്ര മൊത്തത്തിൽ വാഷ് ഔട്ട് ആവുന്നതാണ് തോന്നി പോക്ക് പോയാൽ. ഈ പ്ലാറ്റ്ഫോമിൽ ഒരു കട വന്നിട്ടുണ്ടായിരുന്നു. നല്ല മഴയാണ്.
സീൻ മഴ. സമയം ഇപ്പോൾ 5:38 നമ്മുടെ അഡ്വാൻസ് പച്ചയാണ് ഓൾറെഡി. അഡ്വാൻസ് അല്ല, സ്റ്റാർട്ടർ പച്ചയാണ് ഓൾറെഡി. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡ്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇവിടെയും ഷെൽട്ടർ, ഈ സ്റ്റേഷനിൽ കുഴപ്പമൊന്നും, ഈ സ്റ്റേഷനിൽ ഷെൽട്ടേഴ്സ് തീരെ കുറവാണ്. ഇവിടെ മഴക്കാലത്തൊക്കെ വണ്ടി കയറുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. വെള്ളം മേടിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ആലും എത്തിയിട്ട് നോക്കാം. അങ്കമാലിയിലും ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പ് അങ്കമാലിയാണ്. ഈ വണ്ടിക്ക് ശരിക്കും തൃശ്ശൂർ ടു അങ്കമാലി നോൺ സ്റ്റോപ്പ് റണ്ണായിരുന്നു. കഴിഞ്ഞിടയ്ക്കാണ് ഇരിങ്ങാലക്കുട സ്റ്റോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കേരള എക്സ്പ്രസ് ആയിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ചാലക്കുടി എത്താറായിട്ടുണ്ട്. ഇത് നമ്മുടെ തൊട്ടടുത്ത ഒരു സ്ലീപ്പർ ക്ലാസ് കോച്ചാട്ടോ. ഇത് ബെമ്മൽ ബിൽറ്റാണ്. നല്ല വൃത്തിയായിട്ട് 2 വേസ്റ്റ് ബിന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് 2 വേസ്റ്റ് ബിൻ കൊടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡോറിനൊക്കെ വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. പിന്നെ നെറ്റിൻ്റെ ഡിസൈനും ഒക്കെ ഡിഫറെൻ്റാണ്. ഇത് BML ബിൽറ്റാണ് ICFന് വേണ്ടി. നല്ല 1.5 മഴയാണ്. താഴെ മഞ്ഞ് ഇറങ്ങി നിൽക്കുന്നുണ്ടോ. സൂപ്പർ മഴയാണ്. നമ്മൾ ജസ്റ്റ് ചാലക്കുടിയിലേക്ക് അടുക്കുന്നു. നമ്മൾ ചാലക്കുടി പാലത്തിൻ്റെ വർക്കിംഗ് എന്തിനാണെന്ന് അറിയില്ല. ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ സ്പീഡ് റെസ്ട്രിക്ഷൻ കൂടെ പോകണം. ഇനി സിഗ്നൽ ആവാനാണെന്ന് അറിയില്ല കേട്ടോ. പാലക്കുടി തോടൊക്കെ ഫുള്ളാണ്. ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിലൊക്കെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ടോ. ഡേഞ്ചർ ലെവലൊന്നും അല്ല, പക്ഷെ വെള്ളമുണ്ട്. ചാലക്കുടി പുഴയുടെ അവസ്ഥ എന്താണെന്ന് കൂടെ നോക്കണം. സ്പീഡ് റെസ്ട്രിക്ഷൻ ഓൺ അടിച്ചു. നമ്മളങ്ങനെ ചാലക്കുടി പാസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് വരണം. അതിനുള്ള യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്ന കാണാം. ഇവിടെ അങ്ങേ അറ്റത്തൊരു പുതിയ സൈഡിങ് ലൈൻ വരുന്നതുണ്ടോ. അത് ബലാ സൈഡിങ്ങിൻ്റെ ആണോ അത് ഗുഡ്സ് ഇറക്കുന്നതിൻ്റെ ലൈനാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ചാലക്കുടി കഴിഞ്ഞു. സദേൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതിനിടയ്ക്ക് നമ്മൾ ചാലക്കുടി പുഴ പാസ് ചെയ്തു. ഇത് അലമ്പ് ലൂപ്പ് ലൈൻ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ വലിഞ്ഞ് പോകുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ.
നമ്മൾ കറുകുറ്റിക്ക് അടുത്ത് വെച്ച് എറണാകുളം ജില്ലയിൽ കയറിയായിരുന്നു. നമ്മൾ എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ യാത്ര തുടങ്ങി തൃശ്ശൂർ ജില്ലയിൽ കൂടെ ഓടി എറണാകുളം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോട്ടയം ജില്ല, അതുപോലെ പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല വഴി കൊല്ലം ജില്ലയിൽ പോയി കയറും. കൊല്ലം ജില്ലയിൽ നിന്ന് നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് കടക്കും. നമ്മൾ ഈ ട്രെയിനിൻ്റെ റൂട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇത് പാലക്കാട് നിന്ന് തുടങ്ങിയിട്ട് തൃശ്ശൂർ, എറണാകുളം ടൗൺ, കോട്ടയം, കായംകുളം, പിന്നെ കൊല്ലം, പുനലൂർ, ചെങ്കോട്ട, തെങ്കാശി, തിരുനെൽവേലി വഴി തൂത്തുക്കുടിയിലേക്ക് പോകും. വാഞ്ചിമണിയാച്ചി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇത് പ്രവേശിക്കില്ല. വാഞ്ചിമണിയാച്ചി ബൈപ്പാസ് ക്യാബിൻ വഴി ഇത് നേരെ തൂത്തുക്കുടിയിലേക്ക് പോകും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സ്ട്രെച്ച് ഫുൾ നമ്മൾ ഇരുട്ടത്തായിരിക്കും പാസ് ചെയ്യുന്നത്. കണ്ണൂരിൻ്റെ കാര്യമാണ് അനൗൺസ്മെൻറ്റ്. ഇവിടെ കച്ചവടക്കാരുണ്ട്. ഇതിന് ജനറലും റിസർവ്ഡ് കോച്ചുകളുടെ ഇടയ്ക്കലത്തെ ഡോറ് നമ്മുടെ ട്രെയിനിൽ അടച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങിപ്പോയി മേടിച്ചിട്ട് വരാനൊരു ഇത്തിരി ഇതാണ്. അങ്കമാലി കടയുണ്ട്. കടയൊന്നുമില്ല മുന്നോട്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളം മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളങ്ങനെ അങ്കമാലി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ എയർപോർട്ടിൽ വന്ന് വിമാനം കറങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേഷനാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കണക്ട് ചെയ്താൽ മതി ഈ ട്രെയിനിലേക്ക്. ഇപ്പോഴത്തെ സൈഡിലെ പ്ലാറ്റ്ഫോമിന് ഷെൽട്ടറൊന്നുമില്ല, കണ്ടോ. യാത്രക്കാരൊക്കെ കുട പിടിച്ച് തന്നെ നിൽക്കണം, വേറെ ഒരു വഴിയില്ല. അവിടെ ഇപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് വരും. എക്സിക്യൂട്ടീവിന് അല്പനേരം മുമ്പ് നോക്കുമ്പോൾ ആലുവയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓപ്പോസിറ്റ് ലൈനിൽ എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്. ICF റേക്കോടോട് കൂടുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് വാപ്പ് 7-ഉം LHB റേക്കോട് കൂടുന്ന പാലരുവിക്ക് വാപ്പ് 4-ഉം. വാട്ട് എ സ്റ്റോറി അല്ലേ. നമ്മുടെ ശബരിപാത ലെഫ്റ്റ് സൈഡിൽ. ശബരിപാതയുടെ പണി ഒന്നും ആയിട്ടില്ല. പുതിയ സർക്കാർ ചാർജ് എടുത്തതിന് ശേഷം ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ റവന്യൂ മന്ത്രിയും എല്ലാവരും റവന്യൂ മന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരും ഒന്ന് മുണ്ട് മുറുക്കി കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി നടക്കും. എയർപോർട്ടിനടുത്തോടെ എത്തിക്കൊണ്ടിരിക്കുന്നു. എയർപോർട്ടിനോട് ഒന്നും കാണാനില്ല കേട്ടോ. എയർപോർട്ട് ഫങ്ഷണൽ ആണോ എന്നറിയില്ല. നല്ല ഹേസിയാണ്.
ഫങ്ഷനിലാണെന്ന് തോന്നുന്നു. കാര്യം ഇപ്പോഴത്തെ സൈഡിലെ അപ്രോച്ച് ലൈറ്റ്സ് ഒക്കെ ഓണാണ്. കണ്ടോ, ഇപ്പോഴത്തെ അപ്രോച്ച് ലൈറ്റ്സ് ഒക്കെ ഓണാണ്. ലൈറ്റ് മിന്നുന്നൊക്കെ ഉണ്ട്. എയർപോർട്ട് ഫങ്ഷനിലാണെന്ന് തോന്നുന്നു. അങ്ങനെ പെരിയാറിന് കുറുകെയുള്ള ആദ്യത്തെ പാലം. ഇവിടെയൊക്കെ നല്ലോണം വെള്ളമുണ്ട്. കണ്ടോ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടുവരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുമാതിരി എന്താ പറയുക, മറ്റേ സുവേജ് കനാലൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ വളരെ കുറച്ച് വെള്ളം, അതും അനക്കമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ കിടന്ന സ്ഥലമാണ്. പിന്നെ നല്ലോണം വെള്ളമുണ്ട്. കാര്യം ഇടുക്കി ഭാഗത്ത് നല്ല മഴയുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം മൊത്തം താഴേക്ക് വരുന്നുണ്ട്. ഇതാണ് വലിയ പാലം. ഇവിടെ നല്ല രീതിക്ക് വെള്ളമുണ്ട്. വെള്ളത്തിന് നല്ല ഒഴുക്കുമുണ്ട്. ഇതാ നമ്മുടെ ആലുവ മണപ്പുറം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. കണ്ടോ, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. അവിടെ ആലുവ മണപ്പുറം മുങ്ങിയിട്ടുമുണ്ട്. ശിവവിഗ്രഹം മുങ്ങിപ്പോയെന്ന് അറിയില്ല, ശിവലിംഗം മുങ്ങിയെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നല്ല രീതിക്ക് വെള്ളമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പെരിയാറ് കടന്നു. നമ്മൾ ആലുവ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുകയായി. ആലുവ സ്റ്റേഷൻ ഏതോ വണ്ടി പുറത്തുണ്ട്. പച്ച കാണാനുണ്ട്, അവിടെ ലൈറ്റും കാണാനുണ്ട്. RCF ബിൽറ്റ് മെമ്മോണിയം. രണ്ട് വണ്ടിക്കുള്ള ആളുണ്ട്. നമ്മളങ്ങനെ ആലുവയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വെള്ളം കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ നമ്മളങ്ങനെ ആലുവയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു കടയുണ്ട്. കടയിൽ നിന്ന് 2 രൂപ വെള്ളം മേടിച്ചിട്ട് ഞാൻ വണ്ടിയിലോട്ട് കയറട്ടെ. വെള്ളം കിട്ടി, സ്റ്റാർട്ടറായി കഴിഞ്ഞു. എന്നാൽ കയറിയേക്കാം. നമ്മുടെ സ്റ്റാർട്ടറായി കഴിഞ്ഞു. ഐലൻഡ് എക്സ്പ്രസ് വരുന്നുണ്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. നമ്മളങ്ങനെ ആലുവയിൽ നിന്ന് പുറപ്പെട്ടു. കറക്റ്റ് ആ സമയത്ത് വെള്ളമൊക്കെ ഞാൻ ഉള്ളിൽ പോയ സമയത്താണ് വണ്ടി വിട്ടത്. അപ്പോൾ നമ്മുടെ സീറ്റിനവിടെ ഇവിടുന്ന് കയറിയ ആൾക്കാർ സെറ്റിൽ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരക്കിനിടയ്ക്ക് കുറച്ച് സമയം എടുത്തു. ആലുവ സ്റ്റേഷനിൽ പുതിയ നെസ്കഫേയുടെ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. ഐലൻഡ് വരുന്നു. ഐലൻഡ് പോയി. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്താറായി. എറണാകുളം ടൗൺ ഹോം സിഗ്നലാണ് ഫ്രണ്ട് കാണാൻ. അതിന് അപ്പുറത്ത് ലൈറ്റ് കാണുന്നതാണ് എറണാകുളം ടൗൺ സ്റ്റേഷൻ. ഇത് ഇരുട്ടായിട്ടില്ല. സമയം ഇപ്പോൾ ഏകദേശം 6:45 ആവാറായി. നമ്മൾ ഓൺ ടൈമാണ് ഇവിടെ. നമ്മൾ 6:40-നാണ് എറണാകുളം ടൗൺ എത്തേണ്ടത്. ഏകദേശം 6:40 ആവാറായിട്ടുണ്ട്. നമ്മളങ്ങനെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് മഴ കാരണം നമ്മളങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാര്യം മഴയായിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കോട്ടയം ലൈനിലോട്ട് കയറാൻ എന്താ അവസ്ഥ അറിയില്ല. വണ്ടിക്ക് ഇഷ്ടം പോലെ സ്റ്റോപ്പുണ്ട് എറണാകുളം കഴിഞ്ഞാൽ. എറണാകുളം കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാസ്റ്റ് പാസഞ്ചറാണ് കൊല്ലം എത്തുന്നവരെ. കൊല്ലമല്ല, പുനലൂർ വരെയും ഫാസ്റ്റ് പാസഞ്ചർ തന്നെയാണ്. കൈ കാണിക്കുന്ന സ്ഥലത്തൊക്കെ വണ്ടി നിർത്തും. അങ്ങനത്തെ സ്റ്റോപ്പ് പാറ്റേൺ ആണ്. അതായത് കോട്ടയത്തിനും കായംകുളത്തിനും ഇടയ്ക്ക് എനിക്കൊന്ന് ആകെ ചിങ്ങവനം മാത്രമാണ് സ്കിപ്പ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്റ്റേഷനും ചെറിയനാട് അടക്കം എല്ലാ സ്റ്റേഷനും നിർത്തും. അത്ര സ്റ്റോപ്പാണ്. ഞാൻ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.
പെയ്യുന്നുണ്ട്, വലിയ ശക്തിയില്ല. പക്ഷെ ഇവിടെ നല്ല തിരക്ക് കയറാണ് കേട്ടോ. ഇതൊക്കെ റിസർവേഷൻ കോച്ചുകളിലാണ്. സ്ലീപ്പറിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. അടിപൊളി തിരക്കാണ് ഇവിടുന്ന് കയറാനുള്ളത്. കറക്റ്റ് ഷെൽട്ടർ ഇല്ലാത്ത സ്ഥലത്ത് AC കോച്ച് വരുന്നതാണ് തോന്നുന്നു കണ്ടിട്ട്. കുറച്ചും കൂടി അടിപൊളി. നല്ല അടിപൊളി തിരക്ക് കയറും. 9 to Palakkad Chuchkorin Palarivi Express via Chengotai has arrived on Ernakulam town platform number 2. 6:46, 1 മിനിറ്റ് ലേറ്റ് ആട്ടോ. 1 മിനിറ്റ് ലേറ്റായിട്ട് നമ്മളിതാ പുറപ്പെടുകയാണ്. ഇതാണ് നിലവിലുള്ള എറണാകുളം ടൗൺ സ്റ്റേഷൻ്റെ പഴയ ബിൽഡിങ്. ഈ ബിൽഡിങ്ങിന് പൊളിക്കൽ ഇതൊന്നും ആയിട്ടില്ല ഭാഗ്യത്തിന്. അപ്പുറത്തെ ബിൽഡിങ്ങിന് പണി നിന്ന് കിടക്കുകയാണ്. ഇതും കൂടി പൊളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലുള്ള അവസ്ഥയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്ടർ പിരിച്ചുവിട്ടു. ഇനിയിപ്പോൾ പുതിയ കോൺട്രാക്ടർ വരാനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ടെൻഡർ വിളിച്ച് പുതിയ കോൺട്രാക്ടർ വന്നിട്ട് വേണം ഈ ബിൽഡിങ്ങിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ. ആകെ മൊത്തം ഒരു നനഞ്ഞ ദിവസമാണ് ഇന്നും. എൻ്റെ ഇതിനകത്തുള്ള ബാക്കി ഒക്യുപ്പൻസൊക്കെ വന്നു. ബാക്കി 5 പേരും വന്നു. അതിൽ 2 പ്രായമുള്ള ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ലോവർ ബർത്ത് തരുമോ എന്നുള്ള ചോദ്യമാണ്. അതുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ എറണാകുളം ടൗൺ വിടുന്നതോടുകൂടി നമ്മൾ ഇരിട്ടത്തോട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. പിന്നെ ഇപ്പോൾ മേജർ സ്റ്റേഷൻസായ കോട്ടയം, കായംകുളം ഒക്കെ മാത്രമേ കാണിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഒരുപാട് സ്റ്റോപ്പുണ്ട്. നമുക്ക് തൃപ്പൂണിത്തുറയിലും പിറവം റോഡും വൈക്കം റോഡും ഒക്കെ നമുക്ക് സ്റ്റോപ്പുണ്ട്. ഏറ്റുമാനൂരൊക്കെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനോട് നമ്മൾ വിട പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ അല്പം മുമ്പിലായിട്ട് കോട്ടയം ലൈനിലേക്ക് തിരിയും. ഈ ലൈനിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കോട്ടയം ലൈനിലേക്ക് നമ്മൾ കയറും. അവിടെ എറണാകുളം സൗത്തിൽ ഏതോ ഒരു ട്രെയിൻ പുറപ്പെടാൻ കിടക്കുന്നത്. അങ്ങനൊരു ഹെഡ്ലൈറ്റ് കാണാനുണ്ട്. വന്ദേ ഭാരത് ആവാൻ സാധ്യതയുണ്ട്. വന്ദേ ഭാരത് ഇന്ന് അല്പം ലേറ്റ് ആണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ കൊച്ചിൻ ഹാർബർ ടെർമിനസ് മെയിൻ ലൈനിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. കോട്ടയം ലൈനിലേക്ക് കയറുകയാണ്. ദൂരെ ഒരു ഹെഡ്ലൈറ്റ് കണ്ടോ? അതാണ് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷൻ. അവിടെ ഏതോ ഒരു വണ്ടി പുറപ്പെടുന്നുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ സൈഡിൽ നിന്ന് കോട്ടയം ഭാഗത്തോട്ട് പോകുന്ന ലൈനാണ് ആ വരുന്നത്. ഇതൊക്കെ ഞാൻ പകൽ വെളിച്ചത്തിലേക്ക് മുമ്പിലത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഹുബ്ലി എക്സ്പ്രസ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ മിക്കവാറും അധികം താമസിച്ചത് ഈ റൂട്ട് വഴി ഒരു യാത്രയും കൂടി 1-2 യാത്രകളും കൂടി പ്ലാനുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ എന്തോ ഒരു വണ്ടി ഉണ്ടല്ലോ. P7 ഹോൾഡ് വണ്ടിയുണ്ട്. P7 ആണെന്ന് തോന്നുന്നു. അതോ J9 ഹോൾഡ് ഫ്രൈറ്റ് ആണോ എന്നറിയില്ല. ഫ്രൈറ്റ്
എറണാകുളം സ്പെഷ്യൽ ട്രെയിനാണ്. ഇത് ടീ ഗാർഡൻ എക്സ്പ്രസിൻ്റെ റേക്കാന്ന് തോന്നുന്നു, മറ്റേ കോട്ടയത്തുനിന്ന് പാസഞ്ചറായിട്ട് വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലാണ് എറണാകുളത്തെ കോച്ചിങ് ഡിപ്പോ. നമ്മുടെ അടുത്ത സ്റ്റോപ്പായ തൃപ്പൂണിത്തുറയിലേക്ക് പ്രവേശിക്കുന്നു. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുക. ഇവിടെയും കുറേ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. നമ്മുടെ റേക്ക് ആകെ 18 കോച്ചുള്ള റേക്കാട്ടോ. വലിയ റേക്കല്ല, ചെറിയ റേക്കാണ്. 18 LHB കോച്ചസ്. കോച്ച് പൊസിഷൻ ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് TRT കാരണം പ്ലാറ്റ്ഫോം 2 എന്ന് കാണിക്കുന്നുള്ളൂ. ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ് ഇവിടെ. നമ്മളാണെങ്കിൽ കൃത്യം പ്ലാറ്റ്ഫോമിന് പുറത്തും. അടിപൊളി. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇത് ഇവിടെ നേരെ കാണുന്നതാണ് കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ ടെർമിനൽ. സ്റ്റേഷൻ നമുക്ക് നേരെ തൃപ്പൂണിത്തുറ ടെർമിനലിൽ പോയിട്ട് മെട്രോ ട്രെയിനിൽ നമുക്ക് യാത്ര തുടരാൻ പറ്റും. ഇതാണ് റെസ്റ്റ് ഓഫ് ദി പ്ലാറ്റ്ഫോം. നമ്മളങ്ങനെ തൃപ്പൂണിത്തുറയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് മുളന്തുരുത്തിയിലാണ്. മുളന്തുരുത്തി ഉണ്ട്, പിറവം റോഡുണ്ട്, വൈക്കം റോഡുണ്ട്, കുറുപ്പന്തറയുണ്ട്, ഏറ്റുമാനൂരുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് കോട്ടയം. സമയം 7:04. നമ്മളൊരു 1 മിനിറ്റ് ലേറ്റാണ്. 7:03 നമ്മൾ പോകേണ്ടിയിരുന്നു. 7:03 പണങ്ങി തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. ഇവിടെ ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്, മെയിൻ ബിൽഡിങ്. ഇവിടെ അമൃത് ഭാരത് വർക്ക് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു, ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ തൃപ്പൂണിത്തുറയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ അടുത്ത സ്റ്റോപ്പ് മുളന്തുരുത്തിയാണ്. ആദ്യം ഞാൻ ചിലപ്പോൾ കാണിക്കത്തില്ല, മഴയൊക്കെ കൂടിയാണ്ട് ഡോറിൽ നിൽക്കാൻ ഒരു മൂഡ് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ പിറവം റോഡ് സ്റ്റേഷനിൽ നിൽക്കുക കേട്ടോ. പിറവം റോഡ് സ്റ്റേഷനിൽ കുറച്ച് ഇന്ന് ഹെഡ് വല്ലതാണോ എന്നറിയില്ല. നമ്മൾ നിൽക്കുകയാണ് കുറച്ച് നേരമായിട്ട്. സ്റ്റാർട്ട് കാണാനും പറ്റുന്നില്ല ഇവിടുന്ന്. പിറവം റോഡ് സ്റ്റേഷനിൽ ജസ്റ്റ് പുറപ്പെട്ടു. ഇപ്പം മഴ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കോട്ടയം സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയായി. ഇന്നത്തെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ആണ്. നാളത്തെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്. പാലരുവി എക്സ്പ്രസ്. Train number 16792 Palakkad Chuchikuri Palaveri Express via Chengoti.
ഇവിടെ ഡിന്നർ അവൈലബിൾ ആട്ടോ. ഞാൻ ഡിന്നർ കഴിക്കുന്നില്ല, ഡിന്നർ ഞാൻ മേടിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയത്തെത്തി. ഇഡ്ഡലി വട ചപ്പാത്തി ബിരിയാണി ഒക്കെ അവൈലബിൾ ആണ്. ഞാനൊന്നും മേടിക്കുന്നില്ല. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 കേട്ടോ. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടറായി, പച്ച കാണുന്നില്ല ഇവിടെ, നമ്മുടെ സ്റ്റാർട്ടറായി. ഇപ്പോൾ മീൻവെൽ ഇവിടെ തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്, അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ലൈറ്റ് കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ തോന്നുന്നു. നമ്മളങ്ങനെ കോട്ടയത്തു നിന്ന് പുറപ്പെട്ടു. സദേൺ റെയിൽവേക്ക് നല്ല വാപ്സൺ ഷോർട്ടേജ് ഉണ്ടെന്ന് തോന്നുന്നു. അവർ ഓടിയണമെന്ന് എല്ലാ വണ്ടി LHB ആക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ള ലോക്കമില്ല. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ചങ്ങനാശ്ശേരിയാണ്. പിന്നെ അങ്ങനെ നിരത്തി പിടിച്ച് എല്ലാ സ്ഥലത്തും നിർത്തും, അറിയാമല്ലോ. ചങ്ങനാശ്ശേരി സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചെങ്ങന്നൂർ, തിരുവല്ല, ചെങ്ങന്നൂർ, ചെറിയനാട്, മാവേലിക്കര, കായംകുളം, പിന്നെ കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, കൊല്ലം. കോട്ടയം കഴിഞ്ഞു, നമുക്കെന്നാ ചങ്ങനാശ്ശേരി തിരി വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത സ്കെഡ്യൂൾഡ് ഹോൾട്ടായ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ വഞ്ചിനാടിന് കോച്ച് പൊസിഷൻ കാണിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിയിലെത്തി. ഇവിടെ നിന്ന് ഒന്നും മേടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഡിന്നർ വേണമെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് നിന്ന് തന്നെ മേടിക്കണം. അപ്പോൾ പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് കായംകുളത്താണ്. കായംകുളത്ത് വെച്ച് അങ്ങനെ കൊണ്ടുവരുന്ന കച്ചവടം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവിടെ ഒരു കിച്ചൺ ഉണ്ടെങ്കിലും. അപ്പോൾ നമ്മളങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ പുറകെ തന്നെ ഏകദേശം വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ട്, പക്ഷെ അത് മിക്കവാറും നമ്മളെ കായംകുളം വരെ ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇതെന്താണ് ഒരു വെളിച്ചത്തിൻ്റെ സംഭവം? ഇതുണ്ടോ? ചങ്ങനാശ്ശേരി കഴിഞ്ഞ് നമ്മൾ ടുവേർഡ്സ് തിരുവല്ല പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടതാണ് ഇങ്ങനെ ഒരു വെളിച്ചം ആകാശത്ത്. അപ്പോൾ നമ്മളങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ ഏക ഹോൾട്ടായ തിരുവല്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ തിരുവല്ലയിലെത്തി. തിരുവല്ല സ്റ്റേഷനിൽ നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ അങ്ങനെ അവിടെ തിരുവല്ലയിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ പുതിയൊരു ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്, അതിന് വർക്ക് നടക്കുന്നത് കാണാം. സ്ട്രക്ചറായി.
ഇവിടെ വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ കാണിക്കുന്നുണ്ട്. ഇനി വരാനുള്ള വണ്ടി വഞ്ചിനാട് എക്സ്പ്രസ് ആണ് ഈ റൂട്ടിൽ. അടുത്ത സ്റ്റോപ്പ് ചെങ്ങന്നൂരിലാണ് നമുക്ക്. ഓപ്പോസിറ്റ് ലൈനിൽ വഞ്ചിനാടെന്ന് തോന്നുന്നു ഒരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അന്യായ ട്വിസ്റ്റാണ്. നമ്മൾ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറ്റുന്നത് കേട്ടോ, അതേ പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്പോൾ അതിനർത്ഥം വന്ദേ ഭാരത് ഇവിടെ വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യും. നമ്മളങ്ങനെ ചെങ്ങന്നൂരിലേക്ക് എത്തിയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 ഇന്ന് വരുന്നത്. സാധാരണഗതിയിൽ ടുവേർഡ്സ് ട്രിവാൻഡ്രം പോകുന്നതിനുള്ള പ്ലാറ്റ്ഫോം 1 അവർ എടുക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ 2 കൊണ്ടുവന്ന് കയറ്റിയിരിക്കുന്നത് വന്ദേ ഭാരതിനെ കയറ്റി വിടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വന്ദേ ഭാരത് കയറിയപ്പോൾ വന്ദേ ഭാരതിനോട് സ്റ്റോപ്പുണ്ട്, ഇവിടെ നിർത്തിയെടുത്ത് പോകുന്നത്. ഇവിടെ ഇനി ഓർഡറിന് ചെയ്ത് വണ്ടിയാണ് വരാൻ പോകുന്നത്. യാത്രക്കാർ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ അങ്ങനെ ചെങ്ങന്നൂർ നമ്മുടെ വണ്ടി നിർത്തി വന്ദേ ഭാരത് പോകാൻ വേണ്ടി ഇവിടെ കിടക്കുകയാണ്. ഞാൻ എൻ്റെ കടയിൽ പോയിട്ട് ബിസ്ക്കറ്റ് വല്ലതൊക്കെ മേടിക്കണം. നാളെ രാവിലത്തേക്ക് എൻ്റെ ഒന്നുമില്ല. ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് സ്റ്റേഷനിൽ നിന്നൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഒരു ചായക്കാരുണ്ട്, ഒരു ചായ കുടിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 കടന്നു വരുന്നു. ഇവനോട് വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യണം. അങ്ങനെ വന്ദേ ഭാരത് വന്നു, ആളെ കയറ്റി ഇറക്കി പോയി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടുന്ന ഒരു അനൗൺസ്മെൻറ്റ് വന്നു. മീൻവെൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറൊരു LHB വണ്ടി വരുന്നുണ്ട്. റാപ്സാണ് 3924. മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ആണ്. മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്. ഇതിന് ഈ ആഴ്ച മുതലാണ് LHB കിട്ടിയത്. ഈ ട്രെയിൻ നമ്മൾ ഒരിക്കൽ മധുരൈ ടു ഗുരുവായൂർ ട്രിപ്പ് പോയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അന്ന് ICF കോച്ചസ് അന്ന് വാപ്പ് 4 ആയിരുന്നല്ലോ. നമ്മുടെ സ്റ്റാർട്ടറായി. അങ്ങനെ നമ്മൾ വിട്ടു. ഇത് പഴയ പുനലൂർ ഗുരുവായൂർ പാസഞ്ചറായിരുന്നു. പുനലൂർ ഗുരുവായൂർ എക്സ്പ്രസ് എന്ന് വിളിക്കാറുണ്ട്. അത് പിന്നീടാണ് മധുരൈ ഗുരുവായൂരായത്. ഇനി ഒരുവിധം എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്. അപ്പം നമ്മളങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് പുറപ്പെട്ടു. എനിക്കൊന്ന് ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് ഇവിടെ കിടന്നു. 20 മിനിറ്റിന് മേലെ കിടന്നിട്ടുണ്ടാവും. സമയം 9:26.
അപ്പോൾ അങ്ങനെ ചെങ്ങന്നൂർ കഴിഞ്ഞു. നമുക്ക് ഏതെങ്കിലും സ്റ്റേഷനിൽ കാണാം കേട്ടോ. കുറച്ച് നേരം അകത്ത് പോയിരിക്കട്ടെ. അപ്പോൾ നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 4 വന്നിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് മാവേലിക്കരയും ചെറിയനാട് സ്റ്റോപ്പും കാണിച്ചില്ല കേട്ടോ. കുറച്ച് നേരം ഉള്ളിൽ പോയിരുന്നായിരുന്നു. കാലൊക്കെ വേദനിച്ചിട്ട് ഒരു വഴിയായിരുന്നു. ഇവിടെ ഞാൻ 2 സ്റ്റോപ്പ് സ്കിപ്പ് ചെയ്തായിരുന്നു. ഇവിടെ എനിക്കൊന്നും മറ്റേ എറണാകുളം കായംകുളം പാസഞ്ചറിന് റേക്കാണ് 22806. എറണാകുളം കായംകുളം പാസഞ്ചറാണ്. ഇതിനി നാളെ രാവിലെ കായംകുളം എറണാകുളമായിട്ട് തിരിച്ചു പോകും. അതുവരെ ഇവിടെ കിടക്കും. മഴയൊന്നും നിന്നേക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ കയറിയപ്പോൾ മഴ വീണ്ടും തുടങ്ങി. ആലപ്പുഴ ജില്ല കയറിയിട്ട് കുറച്ച് നേരമായി. മാവേലിക്കരയ്ക്ക് എനിക്കൊന്ന് ചെറിയനാട് ആലപ്പുഴയാണെന്ന് തോന്നുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ചാനൽ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മൾ സാധാരണ 1, 2, 3 വന്നിട്ടുള്ളത്. 4 ആദ്യമായിട്ടാണ് ഒന്ന് വരുന്നത്. നമ്മൾ നിർത്തിയത് നല്ല അടിപൊളി മഴ അങ്ങോട്ട് തുടങ്ങി. ഈ കാണുന്നതാണ് നമ്മൾ സ്ഥിരം വരാറുള്ള പ്ലാറ്റ്ഫോം 3, അതിനപ്പുറത്ത് 2, അതിനപ്പുറത്ത് 1 ഉണ്ട്. 1 ആലപ്പുഴയിൽ ഏതോ ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്ന കാണാം. 1 സാധനം ആലപ്പുഴയുള്ള വണ്ടികൾ മാത്രമേ വരാറുള്ളൂ. 2 സാധനം കോട്ടയം വഴിയുള്ള വണ്ടികൾ. ഞാൻ പറഞ്ഞ ആലപ്പുഴയിൽ ഏതോ വണ്ടി ഉണ്ടെന്ന് മാവേലി എക്സ്പ്രസ് ആണ്. 22685 വിജയവാഡ ഷെഡിൻ്റെ മാംഗ്ലൂരിലേക്ക് പോകുന്ന മാവേലി എക്സ്പ്രസ് ആണത്. ട്രിവാൻഡ്രം ടു മാംഗ്ലൂർ റൂട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടി ഇതാണ്. നമ്മളൊന്ന് നിർത്തിയിട്ടെടുത്തു, കാരണം എന്നറിയില്ല. സമയം ഇപ്പോൾ 9:57 നമ്മൾ കിട്ടും. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ കൊല്ലം എത്തുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോകുന്ന എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. കൊല്ലത്തെ റിവേഴ്സിലാണ് എന്തായാലും ക്യാപ്ചർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് തിരുനെൽവേലി എന്നൊക്കെ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. നോക്കട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ട്. കാര്യം ഇപ്പം എൻ്റെ ഇതിലുള്ള ആൾക്കാർ മിക്കവാറൊക്കെ കരുനാഗപ്പള്ളി ഇറങ്ങും. അപ്പോൾ എനിക്ക് ഞാൻ ബർത്ത് ഓപ്പൺ ചെയ്തു. അപ്പോൾ അങ്ങനെ കായംകുളം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സ്റ്റോപ്പ് കരുനാഗപ്പള്ളിയാണ്. നമ്മൾ കായംകുളത്ത് നിന്ന് പുറപ്പെടുമ്പോഴേ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കരുനാഗപ്പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതൊരു മിസ്റ്റേക്കായിരുന്നു. കരുനാഗപ്പള്ളിയല്ല, ഓച്ചിറയാണത്. ഓച്ചിറയിൽ നമുക്ക് സ്റ്റോപ്പുണ്ട്. ഈ വണ്ടിക്ക് കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ 13 സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ മാത്രം 13 സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ്. അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റേഷനുള്ള ജില്ല കൊല്ലമാണ്. നമ്മളങ്ങനെ ഓച്ചിറയിൽ എത്തിയിരിക്കുകയാണ്. നല്ല മഴയായി. നമ്മൾ ഭാഗ്യത്തിന് തണലാണ് വന്നത്. ഇവിടെ സ്റ്റാർട്ടർ ഓൾറെഡി മഞ്ഞാണ്. ജസ്റ്റ് നിർത്തുന്നു എടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് ഈ വണ്ടിയുടെ സ്റ്റോപ്പൊക്കെ നിർത്തി എടുക്കുന്നു. കാരണം അത്രയും സ്റ്റോപ്പുണ്ട്. നല്ല മഴയായി, ഭീകര മഴയായി. വണ്ടിക്കകത്ത് മിക്കവാറും ആൾക്കാരൊക്കെ കിടന്നു കഴിഞ്ഞു. ലോങ് ടിക്കറ്റ്സ് മിക്കവാറും കിടന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ കരുനാഗപ്പള്ളി ബാക്കിയുള്ള ആൾക്കാരും കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ഞാനും പുറത്തെ കിടക്കുകയായി. അപ്പോൾ നമ്മൾ ഓച്ചിറ നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു വണ്ടിയുണ്ട്. മെമ്മോ ആണോ എന്നൊരു സംശയം. മൊത്തത്തിലുള്ള ലൈറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടിട്ട്. അല്ല, അതെ മെമ്മോ. എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്ന മെമ്മോ. അപ്പോൾ നമ്മളങ്ങനെ ഓച്ചിറയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്.
ഇനി അടുത്ത സ്റ്റോപ്പ് കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കരുനാഗപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി. അപ്പോൾ നമ്മളങ്ങനെ കരുനാഗപ്പള്ളിയിലെത്തി. സമയം 10:19. ഇവിടെ പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുനാഗപ്പള്ളി നിന്ന് എടുക്കുകയും മീനിൽ ഓപ്പോസിറ്റ് ലൈനിൽ അമൃത വരുന്നുണ്ട്. അതും കൂടി കണ്ടേക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തുനിന്ന് പറഞ്ഞ് ഞാനൊരു ബ്രേക്ക് എടുക്കുക. ഭയങ്കര മഴ. അപ്പോൾ ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ ഇരുട്ടത്ത് ഈ മഴയത്ത് നിന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനുമില്ല. സ്റ്റേഷൻസ് എല്ലാം നനഞ്ഞ് കുളിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്, പൊള്ളാച്ചി, പഴനി, മധുര വഴി രാമേശ്വരത്തേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിന്നും കൊല്ലം, പുനലൂർ വഴി തൂത്തുക്കുടിയിലേക്ക് പോകുന്ന പാലരുവി എക്സ്പ്രസ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലക്കോണത്തിന് 2288. ഈ അമൃത എക്സ്പ്രസ്സിനോ അല്ലെങ്കിൽ നമ്മുടെ രാമേശ്വരം മാംഗ്ലൂർ എക്സ്പ്രസ്സിനോ മാംഗ്ലൂർ രാമേശ്വരം എക്സ്പ്രസ്സിനോ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്കൊന്ന് ഒരു രാമേശ്വരം ട്രിപ്പ് അടിക്കണം. കുറച്ചായിട്ട് വിചാരിക്കുന്നതാണ്. നമ്മൾ ഏകദേശം 10:58 ആയപ്പോഴേക്കും കൊല്ലം എത്തിയായിരുന്നു കേട്ടോ. കൊല്ലം സ്റ്റേഷനിൽ നിൽക്കുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ റിവേഴ്സിലാണ് അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എനിക്ക് വന്ന സമയത്ത് ഏതോ ഒരു ട്രെയിൻ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് LHB കോച്ച് ട്രെയിൻ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അതേതാണെന്നറിയില്ല. അപ്പോൾ ഇനിയും അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കണം അങ്ങ് ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാനിനി 12 കോച്ചിന് നീളം നടക്കണം. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോകുന്നില്ല. നമുക്ക് തൽക്കാലം നാളെ തൂത്തുക്കുടി എത്തുമ്പോഴെല്ലാം പോയി ലോക്ക് ചെയ്താൽ നോക്കാം. ഈ വണ്ടിയുടെ മലയാളം ബോർഡ് ഭയങ്കര യൂണീക്കാട്ടോ. ഇത് എങ്ങനെ ഇങ്ങനെ അവർ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. തൂത്തുക്കുടി പാലക്കാട് നേടിയിരിക്കുന്നത്. Much later. ഗുഡ് മോർണിംഗ് ഫോക്സ്. നമ്മൾ തിരുനെൽവേലി ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുകയാണ്. കൊല്ലം വിട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഉറങ്ങി. കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണർന്നായിരുന്നു. വണ്ടി പുനലൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണർന്നായിരുന്നു. ഇവിടെ തിരുനെൽവേലി സ്റ്റേഷനിൽ ഒരുപാട് യാർഡ് മോഡിഫിക്കേഷനൊക്കെ നടന്നിട്ടുണ്ട്. നമ്മളങ്ങനെ തിരുനെൽവേലി സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2 പ്രവേശിക്കുന്നു.
ഇവിടെ വാപ്സൺ 39237 റോയപ്പുറത്തിന് കിടക്കും. തിരുനെൽവേലി പുരുളിയ എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. ഈ വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ആണ് എൻ്റെ അറിവിൽ നമ്മുടെ തിരുനെൽവേലി മാംഗ്ലൂർ എക്സ്പ്രസ്. അപ്പോൾ അങ്ങനെ കാലത്ത് 4:42 വണ്ടി തിരുനെൽവേലി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ലോണം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണെന്ന് തോന്നുന്നു. 5 മണിയാണെന്ന് തോന്നുന്നു ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ കൃത്യസമയമായ 5 മണിക്ക് നമ്മൾ തിരുനെൽവേലിയിൽ നിന്ന് യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ്. ആറരയാണ് നമ്മുടെ തൂത്തുക്കുടി അറൈവൽ ടൈം. നമ്മൾ നോൺ സ്റ്റോപ്പ് അങ്ങ് പോയി കയറുമോ എന്താ പരിപാടി എന്നുള്ളത് അറിയില്ല. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തോന്നുന്നു വന്ദേ ഭാരത് പോകുന്നു. കാര്യം അതിനുള്ള സാധനങ്ങൾ ട്രേ ഒക്കെ അവിടെ കിടപ്പുണ്ട്. ട്രേ, പിന്നെ അതുപോലെ നമ്മുടെ റെയിൽ നീരിൻ്റെ ബോട്ടിൽസ് ഇതാണ്ടാ ഈ കിടക്കുന്നുണ്ടല്ലേ. മിക്കവാറും സ്റ്റേഷനുകളൊന്നും റെയിൽ നീർ അവൈലബിൾ അല്ല. പക്ഷേ വന്ദേ ഭാരത്തിലുള്ള റെയിൽ നീർ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇവിടെ പുരുളിയുടെ റേക്ക് ഷണ്ട് ചെയ്യാൻ ഒരു ആൽക്കോ വന്നിട്ടുണ്ട്. WDG3A 13536. തിരുനെൽവേലി ജംഗ്ഷനിൽ അങ്ങേ അറ്റത്തായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 6 പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ 6 പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നുണ്ട്. നേരത്തെ 5 ഉണ്ടായിരുന്നുള്ളൂ. 5ാമത്തെ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് ഫ്രൈറ്റ് യാർഡായിരുന്നു. അപ്പോൾ ഫ്രൈറ്റ് യാർഡിനെയും അപ്പുറത്തെ അറ്റത്താണ് പ്ലാറ്റ്ഫോം നമ്പർ 6 വന്നിരിക്കുന്നത് പുതിയതായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുനെൽവേലി ജംഗ്ഷനോട് വിട പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പുള്ളത് തൂട്ടിമേലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ടൂട്ടിക്കോറിൻ്റെ മേലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ്. അതുവരെ സ്റ്റോപ്പൊന്നുമില്ല. അതിന് മുമ്പേ നമ്മൾ മണിയാച്ചി ബൈപ്പാസ് ക്യാബിൻ വഴി കടന്നു പോകും. അവിടുത്തെ എന്തെങ്കിലും പിടിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ്. ചെറിയൊരു സൂര്യോദയം അങ്ങനെ ഉണ്ടാവുമോ. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ റൈറ്റ് സൈഡിലുള്ളതാണ് കോച്ചിങ് ഡിപ്പോ. ഇവിടെയാണ് പിറ്റ് ലൈനുകൾ. ഈ ട്രെയിൻ പണ്ട് ഇവിടെയായിരുന്നു മെയിൻ്റനൻസ്. ചെന്നൈ വന്ദേ ഭാരതിൻ്റെ റേക്കാണ്. പ്ലാറ്റ്ഫോമിനോട് ഷണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ സീറ്റുകളൊക്കെ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തൂത്തുക്കുടി കഴിഞ്ഞു, തിരുനെൽവേലി കഴിഞ്ഞു. നമുക്കെന്ന് ഇനി ബൈപ്പാസ് സ്റ്റെപ്പ് കാണാം. സൂര്യൻ ഇങ്ങനെ ഉദിക്കണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഉദിക്കണോ വേണ്ടെന്ന് ആലോചിക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആകാശത്ത് കാണാം. പിന്നെ ബാക്കി ചുറ്റോട്ട് നല്ല റെഡ് കളർ സാധനങ്ങൾ കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ ഇതാണ് നമ്മുടെ വിൻമില്ലുകളാണ്. നമ്മൾ മണിയാച്ചി ബൈപ്പാസ് എത്താറായി. നമ്മളിപ്പോൾ മണിയാച്ചി ബൈപ്പാസിലേക്ക് കയറും. മണിയാച്ചി ബൈപ്പാസ് വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ഏക ട്രെയിനാണിത് കേട്ടോ. ബാക്കി എല്ലാ വണ്ടികളും മണിയാച്ചി ഇപ്പോൾ റിവേഴ്സ് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി എല്ലാ വണ്ടികളെന്നും പറയാൻ ആകെ ഒരു തിരുനെൽവേലി തൂത്തുക്കുടി പാസഞ്ചർ മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ നമ്മളിത് മെയിൻ ലൈനിലോട് ജോയിൻ ചെയ്യണം, മണിയാച്ചി തൂത്തുക്കുടി ലൈനിലേക്ക്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ ഇപ്പുറത്തുനിന്ന് വരുന്നതാണ് മണിയാച്ചി തൂത്തുക്കുടി ലൈന്. നമ്മൾ തൂത്തുക്കുടി മേലൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. തൂത്തുക്കുടി മേലൂർ. ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ആൾക്കാരൊക്കെ വാക്കിങ്ങിന് വന്നിരിക്കുന്നവരാട്ടോ. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. സമയം ഇപ്പോൾ 5:57. ഇവിടുന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരം കൂടെ എടുത്തു തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്. ഈ കാണുന്ന ഡിപ്പോ ആണെന്ന് തോന്നുന്നു ഇവരുടെ, തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ. നമുക്കിനിപ്പോൾ ഇവിടെ തൂത്തുക്കുടി ഇറങ്ങി കഴിഞ്ഞ ഒരു ബസ് യാത്രയുണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ട ബസ് ഈ സ്റ്റേഷനിലല്ല വരുന്നത്, ഈ ബസ് സ്റ്റാൻഡിലല്ല വരുന്നത്. അപ്പം അങ്ങനെ 5:58 നമ്മൾ തൂത്തുക്കുടി മേലൂർ സ്റ്റേഷനിൽ അങ്ങനെ നിൽക്കുകയാണ്. ഒരു ഹോൾട്ട് സ്റ്റേഷനാണ്. പെട്ടെന്ന് വിട്ടുപോകും, സിഗ്നലൊന്നും കാണാനുണ്ടാവില്ല. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇതൊരു ഹോൾട്ട് സ്റ്റേഷൻ പറഞ്ഞ പോലെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. അന്ന് വർക്കാണെന്നുണ്ടെങ്കിൽ ഡബ്ലിങ്ങിൻ്റെ. ഇപ്പോൾ വർക്ക് കഴിഞ്ഞു. വിസിലടി കേട്ടു, പുറപ്പെടുമെന്ന് തോന്നുന്നു. %90 യാത്രക്കാർ ഇവിടെ തന്നെ ഇറങ്ങാം കേട്ടോ. ഈ പറഞ്ഞ പോലെ കാര്യം ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായതുകൊണ്ട് മിക്കവാറും യാത്രക്കാർക്ക് ഇവിടെ ഇറങ്ങാം. നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ടല്ലല്ലോ വരുന്നത്, അതുകൊണ്ട് നമ്മൾ മുന്നോട്ടങ്ങ് പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാം. ഇറങ്ങിയപ്പോൾ ഇവിടെ കുറേ ഓട്ടോസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തൊട്ട് മുന്നിലായിട്ടാണ് ബസ് സ്റ്റാൻഡ്. അതായത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളും, അതായത് ഈ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ഓംനി ബസ്സുകളും, അതേപോലെ സർക്കാർ ബസ്സുകളും. അതായത് ഈ രാമേശ്വരം, എനിക്കത് മധുരയൊക്കെ തന്നെ ഇവിടെ നിന്നാന്ന് തോന്നുന്നു. അത് കോവൽപ്പട്ടിയിൽ നിന്ന് കഴിക്കുന്നതാണ്. അങ്ങോട്ടൊക്കെയുള്ള ബസ്സുകൾ ഈ ബസ് സ്റ്റാൻഡ്. ഇതാണ് ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്, ഇതാണ് ന്യൂ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് അങ്ങനത്തെ ബസ്സുകളൊക്കെ പോകുന്നത്. ഞാൻ പറഞ്ഞാൽ എനിക്കിന്ന് ഇതിപ്പോൾ കഴിഞ്ഞ ഒരു ബസ് യാത്ര ഉണ്ട്. പക്ഷേ അത് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നല്ല എൻ്റെ അറിവിൽ. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഓൾഡ് ബസ് സ്റ്റാൻഡ് എന്നാണ് ഇതിനർത്ഥം. അങ്ങനെ തൂത്തുക്കുടി മേലൂർ സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു വളവ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൂത്തുക്കുടി സ്റ്റേഷനിലേക്ക് കയറും. നമ്മളങ്ങനെ തൂത്തുക്കുടി സ്റ്റേഷനിൽ പ്രവേശിക്കുകയെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ ലൈറ്റ് കാണുന്നത് തോന്നുന്നു തൂത്തുക്കുടി സ്റ്റേഷൻ. നമ്മൾ കഴിഞ്ഞ വർഷം വരുമ്പോൾ റൈറ്റ് സൈഡ് ട്രാക്ക് വഴിയാണ് പോയത്. കാര്യം അന്ന് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാക്ക് അന്ന് ലേ ചെയ്തിട്ടില്ല. വണ്ടി അത്യാവശ്യം നല്ലോണം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. ഇവിടെ 6:30ക്കാണ് എത്തേണ്ടത്. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളിതിന് മുമ്പ് 2 പ്രാവശ്യം തൂത്തുക്കുടി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം മൈസൂർ തൂത്തുക്കുടി എക്സ്പ്രസ്സിന്, അന്ന് മധുരൈ ടു തൂത്തുക്കുടിയാണ് യാത്ര ചെയ്തത്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ തൂത്തുക്കുടി മേട്ടപ്പാളയം എക്സ്പ്രസ്സിന് യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം തൂത്തുക്കുടി വന്നിട്ട് 3ാമത്തെ വരവാണ്. നമുക്കൊരു വാപ്സവനാണ്. അതാണ് കാര്യം. ഇന്നലെ കൊല്ലത്തുനിന്നുകൊണ്ട് പല പ്രാവശ്യം AC ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി വാപ്സവനാണെന്ന്. കാര്യം അത് HOG ആയതുകൊണ്ട് AC ഇങ്ങനെ ഓഫ് ആവുന്നത്. ഇവിടെ ഒരു ടവർ കാർ ഷെഡുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് മാറി ആണ് കോച്ചിങ് ഡിപ്പോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ചെറിയ സ്റ്റേഷനാണ്.
അപ്പോൾ അതാണ് പിറ്റ് ലൈനുകൾ. 2 പിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഈ ട്രെയിനൊക്കെ ഇവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ തൂത്തുക്കുടി സ്റ്റേഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. ലെഫ്റ്റ് സൈഡിൽ ഒരു വാബ് 4 ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് സ്റ്റേഷൻ എൻട്രിയാണ്, പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രൻസ്. അത് പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു P4 ഉള്ളത് എന്താണ് നമ്മുടെ മണിയാച്ചി പാസിനാണ്. ആ കിടക്കുന്ന പേൾ സിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഈ കിടക്കുന്ന ഓഖ തൂത്തുക്കുടി വിവേക് എക്സ്പ്രസ് ആണ്. നമുക്ക് എന്തായാലും ബാഗ് എടുത്തിട്ട് ഫ്രണ്ട് എൻഡ് വരെ പോയിട്ട് ലോക്ക് ഏതാണെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് സ്റ്റേഷനിൽ പുറത്തിറങ്ങാം കേട്ടോ. ഫോക്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ 6:09 നമ്മൾ തൂത്തുക്കുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഫ്രണ്ടിൽ വരെ പോയി ലോക്കോ ഒക്കെ നോക്കിയിട്ട് സ്റ്റേഷനിൽ പുറത്തിറങ്ങാം. നമുക്ക് എന്തായാലും ധൃതിയൊന്നുമില്ല. എനിക്ക് ഈ സ്റ്റേഷനിലെത്തുമ്പോഴേ ഓക്കെ പോയ ഓർമ്മയാണ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് കറക്റ്റ് ഓക്കെയിലേക്ക് കൂടുതൽ ട്രെയിനും കിടക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ വർക്ക് ചെയ്ത ലോക്കോ 30690 റോയപ്പുറത്തിൻ്റെ വാപ്സാനായിരുന്നു. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നിൽക്കുകയാണ്, കപ്പിളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സൈഡിൽ ഓഖ എക്സ്പ്രസ്സിന് വർക്ക് ചെയ്തത് ഈറോഡിന് 37310 ആണ്. അപ്പുറത്തെ പേൾ സിറ്റിയെ കൊണ്ടുവന്ന് 37201 ഉണ്ട്. ട്രാക്ക് ഇവിടം വരെയുള്ളൂ, അത് മതിൽ വരെയുള്ള ട്രാക്ക്. അതോടുകൂടി ട്രാക്ക് അവസാനിക്കുകയാണ്. അതിനപ്പുറത്ത് റോഡും അതിനപ്പുറത്ത് കടലുമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ബെമൽ ബിൽറ്റ് സ്ലീപ്പർ കോച്ചാണ്. ബെമലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇതിനകത്തെ ബോഡി ബിൽഡേഴ്സ് പ്ലേറ്റ് ICF ആണ്. കണ്ടോ, ICF ആണ്. കാര്യം ICF ആണ് ഇതിന് കോൺട്രാക്ട് കൊടുത്ത്. ഇതാണ് കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ എന്താ പറയുക, വലയ്ക്കും അങ്ങനെ കുറച്ച് ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇതാണ് തൂത്തുക്കുടിയിലെ യാർഡ് കേട്ടോ. ഈ കാണുന്നതാണ് IOH ഡിപ്പോ. 2 പിറ്റ് ലൈൻ ഉണ്ട്, വേറൊന്നുമില്ല ഇവിടെ. 2 ആണോ 1 ആണോ? ഒരു പിറ്റ് ലൈനുള്ളൂ കേട്ടോ. മൊത്തം 3 പ്ലാറ്റ്ഫോം, വേറൊന്നുമില്ല ഇവിടെ. പിന്നെ നമുക്ക് അതൊക്കെ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമ്മുടെ യാത്ര തുടരാം. ഇതൊരു വളരെ ചെറിയ സ്റ്റേഷനാണ്. അതേ ഇത് കാണുമ്പോൾ എനിക്ക് ഓഖ ഓർമ്മ എന്ന് പറയാൻ കാരണം അതാണ്. ഓഖ പോലെ തന്നെ വളരെ ചെറുതാണ്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഓഖ പോലെ തന്നെ ഇല്ല, ചെറിയ ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതായിരുന്നു തൂത്തുക്കുടി. നമ്മുടെ യാത്രയുടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് മറ്റൊരു യാത്രയുടെ വീണ്ടും കാണാം. This is Vinay Shankar signing off from Platform 7. See you again in another beautiful video. Until then, bye-bye.